നമസ്കാരം, എല്ലാവർക്കും ആർ സി ഗാർഡനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പം നിങ്ങൾ ആലോചിക്കുക, രാത്രിയിൽ ഞാൻ എന്താ പരിപാടി എന്നല്ലേ? നിങ്ങൾ രാത്രിയിൽ നമ്മുടെ ചെടികളെ നോക്കണം കേട്ടോ. ഇത് കണ്ടോ, ഒരു സാധനം ഇവിടെ ഇരിക്കുന്നുണ്ട്, ഒരു കുട്ടി തവള. ഈ തവള നമുക്ക് ശല്യമാണോയെന്ന് വെച്ചാൽ അതെ. എന്താണെന്ന് വെച്ചാൽ ഗുണമാണ് ദോഷമാണ്. അതായത് നമ്മുടെ ചെടിയിൽ വരുന്ന ചെറിയ ക്ഷുദ്രജീവികളെ, പ്രാണികളെയൊക്കെ ഈ തവള പിടിച്ച് തിന്നും. പക്ഷേ ഇത് ചാടി കയറിയിരുന്ന ചിലപ്പം നമ്മുടെ ഇതിൻ്റെ തണ്ട്, ഇല തിന്നുകളയും. പിന്നെ അതിൻ്റെ സ്പൈക്കൊക്കെ വരുന്നത് ചാടി ഒടിച്ച് കളയും. അങ്ങനെയുള്ള പല പരിപാടികളും ഈ തവള മൂലം നമുക്ക് ദോഷങ്ങളുണ്ടാകാം. അപ്പോൾ രാത്രി നിങ്ങൾ ഇതുപോലെ ചെടികളെ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്, വെട്ടമൊക്കെ അടിച്ച്. ഇപ്പോൾ നിങ്ങൾക്കൊരു പുതിയൊരു അനുഭവമായിരിക്കില്ലേ ഈ രാത്രിയിലത്തെ എൻ്റെ ഗാർഡൻ ഒരു വീഡിയോ. അപ്പം ഞാൻ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ തവളയെ കണ്ടപ്പോഴാണ് ഓർത്ത് ഒച്ചിനെ പിടിക്കാൻ വന്നതാണ്. അതായത് രാത്രിയിലാണ് നമുക്ക് ഒച്ചിനെ കിട്ടുക എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം ഞാൻ ഓർത്ത് ഒരു വീഡിയോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ കാണുന്നവർക്ക് കാണാം, ഇഷ്ടമുള്ളവർക്ക്. പൂക്കളൊക്കെ രാത്രി കാണുമ്പോൾ എന്ത് ഭംഗിയാണെന്ന് നോക്ക്. ഞാനിപ്പോൾ 2-3 വീഡിയോ ഇട്ടിരുന്നോ, ആരും മൈൻഡ് ചെയ്യുന്നില്ല. എന്താണോ വീഡിയോയുടെ ക്വാളിറ്റി കുറവാണോ, അതോ നിങ്ങൾക്കൊന്നും താല്പര്യമില്ലേ ഇപ്പോൾ ചെടികളുടെ വീഡിയോസൊക്കെ എന്നുള്ളത് എന്താണെന്നറിയില്ല. എന്തായാലും നമ്മൾ കർമ്മം ചെയ്തുകൊണ്ടേ ഇരിക്കുക. ആരെങ്കിലുമൊക്കെ ഉണ്ടല്ലോ ആവശ്യക്കാർ. ഒരു 10 പേര് വന്നു കഴിഞ്ഞാൽ അത്രയും സന്തോഷമല്ലേ? നമ്മളിടുന്ന കണ്ടന്റ് കാണാൻ ഒരു 10 പേരെങ്കിലും കിട്ടുന്നത് നല്ലൊരു കാര്യമല്ലേ? ഈ പൂക്കളൊക്കെ രാത്രിയിൽ കണ്ടു നോക്ക് എന്ത് ഭംഗിയാന്നുള്ളത്. ഇപ്പം രാത്രിയിലത്തെ ഈ തവളകളെയൊക്കെ ഓടിക്കാൻ വഴികളുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് വേറൊരു വീഡിയോ ചെയ്ത് കാണിച്ചു തരാം. രാത്രിയിലും നമ്മൾ ചെടികളെ ഒന്ന് നിരീക്ഷിക്കുന്നത് നല്ലതായിരിക്കും. ഈ പൂക്കളൊക്കെ ഉണ്ടോ, എന്ത് ഭംഗിയാന്ന് നോക്ക് രാത്രി കാണുമ്പോൾ. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഓർക്കിഡിന് നമ്മൾ ആഴ്ചയിൽ എന്തെങ്കിലും ഫെർട്ടിലൈസർ കൊടുക്കണം. ഫെർട്ടിലൈസർ ആഴ്ചയിൽ എന്തെങ്കിലും കൊടുത്താൽ അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാകും. ഇപ്പോൾ ഓർഗാനിക് ആയിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത് കേട്ടോ. പിന്നെ ഓർഗാനിക് മാത്രമല്ല, ഇടയ്ക്ക് നമ്മൾ കെമിക്കൽ ഫെർട്ടിലൈസർ കൊടുക്കണം. അപ്പോഴാണെങ്കിൽ പ്ലാന്റിൻ്റെ ആരോഗ്യം നല്ല രീതിയിൽ വരും. ഫ്ലവറിങ്ങിനുള്ളതും ഗ്രോത്തിനുള്ളതും ഒക്കെ ഉണ്ടല്ലോ, ഓർഗാനിക്കും കെമിക്കലും ഒക്കെ. അതൊക്കെ ഞാനിങ്ങനെ മാറി മാറി കൊടുത്ത് ഇടയ്ക്കിടയ്ക്ക് ചെടികളുടെയൊക്കെ പുറകെ നടക്കുന്നുകൊണ്ടാണ് നമ്മളുടെ ചെടികളിങ്ങനെ നല്ല ആരോഗ്യമായിട്ടൊക്കെ ഇരിക്കുന്നത്. ഈ ഫ്ലവറൊക്കെ രാത്രിയിൽ കാണുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. അതൊന്നും മിസ് ചെയ്യാതിരിക്കാനാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിയത്. ഇനിയുമുണ്ട് കാഴ്ചകൾ ഇവിടെ. പിന്നെ നിങ്ങളൊക്കെ എന്താണ് വളങ്ങൾ ഇപ്പോൾ കൊടുക്കുന്നത്, ഓർഗാനിക് ആണോ കെമിക്കലാണോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ചിലർ പറയും ഓർഗാനിക്കാണ് എപ്പോഴും നല്ലതെന്ന്. ഓർഗാനിക് നല്ലതാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചെടികൾ നല്ല ആരോഗ്യത്തോടെ വളരും. പക്ഷേ കെമിക്കൽ കൊടുത്താലുള്ള ഗുണം എന്നാന്ന് വെച്ചാൽ റിസൾട്ട് പെട്ടെന്നായിരിക്കും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷ് മരുന്നും ഹോമിയോ മരുന്ന് അല്ലെങ്കിൽ അലോപ്പതി ആയുർവേദമൊക്കെ കഴിക്കുന്ന ആ ഒരു എഫക്റ്റാണ് ശരിക്കും പറഞ്ഞാൽ ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു രോഗശമനം കിട്ടുകയില്ലേ. എന്നുള്ള ഇംഗ്ലീഷ് മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ വളങ്ങൾ കെമിക്കൽ ഫെർട്ടിലൈസർ കൊടുത്താൽ പെട്ടെന്ന് നമ്മുടെ ചെടിക്ക് ഗ്രോത്ത് കിട്ടും. പെട്ടെന്ന് അറിയാം നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട്. ഓർഗാനിക് ആണെങ്കിൽ ഇച്ചിരി പതുക്കി അതിൻ്റെ ഗ്രോത്ത് അറിയുള്ളൂ, പക്ഷെ നല്ല ആരോഗ്യത്തോടെ വളരും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായോ? ആയെങ്കിലൊന്ന് പറയുക കേട്ടോ, ചുമ്മാ മിണ്ടാതിരിക്കാതെ. ഇപ്പോൾ രാത്രിയിൽ ഇങ്ങനെ തപ്പി നോക്കുക, എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നമ്മുടെ ചെടിക്കകത്ത്, നമ്മുടെ തവളയോ ഒച്ചോ. ഇവിടെ ഉണ്ട് തവള ഇഷ്ടം പോലാണ് ഇതിനകത്ത് ഇരിക്കുന്നത്. ഇവിടെ കാണാവോ ഇരിക്കുന്നത് കണ്ടോ? അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇടയ്ക്ക് പോയി നോക്കി ചെക്ക് ചെയ്തിട്ട് അതിനെ ഒഴിവാക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ആ ഒരു വിദ്യകളൊക്കെ നമ്മൾ പ്രയോഗിക്കണം. അപ്പം നമ്മുടെ ചെടികളൊക്കെ ഒന്നുകൂടെ ഉഷാറായിട്ട് വരും. ഇപ്പോൾ വീണ്ടും ഗുണകരമായ ഒരു വീഡിയോയിൽ കൂടി കണ്ടുമുട്ടാമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ ഇന്നത്തെ ഈ നൈറ്റ് ജേർണി ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. എൻ്റെ ജേർണി തുടരും, വീഡിയോ ഇവിടെ തീർക്കുകയാണ്. അല്ല നിങ്ങൾ ഓർക്കുകയില്ല ഇതെന്ത് കൂത്താന്ന്. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോയുടെ നല്ലൊരു കണ്ടൻറ്റുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം.